മന്ത്രി വീണ ജോർജിന് കരിങ്കൊടി പ്രതിഷേധത്തിനിടെ പരിക്കുപറ്റിയ കേസിൽ പ്രതികളായ KSU നേതാക്കൾ കണ്ണൂർ സബ് ജയിലിന് പുറത്തിറങ്ങി. നിഖിൽ അളവൂർ ചേരും. വിവരങ്ങളുമായി നിഖിൽ, അവിടേക്ക് യൂത്ത് കോൺഗ്രസിന്റെയും അടക്കമുള്ള നേതാക്കൾ ജയിലിന് പുറത്ത് നേരത്തെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവർ പുറത്തിറങ്ങിയപ്പോൾ എങ്ങനെയാണ് അവരെ സ്വീകരിച്ചത്? ഏതായാലും 16 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയ KSUവിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MC അതുൽ ഉൾപ്പെടെയുള്ള 5 നേതാക്കളും അല്പസമയം മുൻപാണ് കണ്ണൂർ സബ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ പ്രവർത്തകരുമായി ഇപ്പോൾ നഗരത്തിൽ പ്രകടനം നടക്കുകയാണ്. സബ് ജയിലിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കണ്ണൂർ DCC ഓഫീസ് പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന്റെയും മന്ത്രി വീണ ജോർജിന് കരിങ്കൊടി പ്രതിഷേധത്തിനിടെ പരിക്കുപറ്റിയ കേസിൽ പ്രതികളായ KSU നേതാക്കൾ ഇപ്പോൾ കണ്ണൂർ സബ് ജയിലിന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. പ്രകടനത്തോടുകൂടിയാണ് അവരെ സ്വീകരിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ആ വിവരങ്ങളാണ് നിഖിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിഖിൽ, കണ്ണൂരിലെ റിജിൽ മാക്കുറ്റി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ നമുക്ക് കാണാം. അവർ നേരത്തെ തന്നെ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് അവർക്ക് ഈ ഒരു സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്? കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും നേതാക്കൾ ചേർന്നാണ് കണ്ണൂർ സബ് ജയിലിന് പുറത്ത് ഈ 5 KSU നേതാക്കളെയും സ്വീകരിച്ചത്. അതിനുശേഷം ഇപ്പോൾ സബ് ജയിൽ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം കണ്ണൂർ DCC ഓഫീസ് പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രി വീണ ജോർജിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഒക്കെ അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളുമായാണ് പ്രകടനം നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ മന്ത്രിയുടെ മെഡിക്കൽ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, ഒപ്പം തന്നെ ഇന്നലെ ജാമ്യം നൽകിക്കൊണ്ട് കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ, ഇതെല്ലാം തന്നെ ഇതൊരു കള്ളക്കേസാണ് എന്ന് വ്യക്തമാക്കുന്നതാണ്. അക്കാര്യങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യ വിളികളുമായാണ് ഏതായാലും ഇപ്പോൾ ഈ പ്രവർത്തകർ നഗരത്തിൽ ഒരു പ്രകടനമായി DCC ഓഫീസ് പരിസരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയം മുൻപ് MC അതുൽ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതും അത് തന്നെയാണ്. ഇത്തരത്തിലുള്ള കള്ളക്കേസുകളിലൂടെയൊന്നും KSUവിന്റെ പോരാട്ട വീര്യത്തെ തകർക്കാനാവില്ല. ഇതുവരെയൊക്കെ കാര്യങ്ങൾ എത്തിച്ച സ്ഥിതിക്ക് ഇനി അങ്ങോട്ടും പ്രതിഷേധങ്ങൾ ആ നിലയ്ക്ക് തന്നെ തുടരുമെന്ന് കൂടി പറയുന്നുണ്ടായിരുന്നു. ഏതായാലും ഈ 5 KSU നേതാക്കളുമായുള്ള പ്രകടനം ഇപ്പോൾ കണ്ണൂർ DCC ഓഫീസ് പരിസരത്തേക്ക് എത്തുകയാണ്. ശരി നിഖിൽ, കണ്ണൂരിൽ വീണ ജോർജിനെ ആക്രമിച്ച കേസിൽ ജയിലിലായ KSU പ്രവർത്തകർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അവരെ പ്രകടനത്തോടുകൂടി KSU യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്.